ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ലാപ്ടോപ്പിൽ പലപ്പോഴും പല വീഡിയോസ് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ബർത്ത്ഡേ ഫംഗ്ഷൻസിൻ്റെ വീഡിയോസ് ആവാം, മാരേജ് ഫംഗ്ഷൻസിൻ്റെ വീഡിയോസ് ആവാം, എന്തെന്നാലും ഫംഗ്ഷൻസിൻ്റെ ബർത്ത്ഡേ പാർട്ടീസിനൊക്കെ വീഡിയോ ആവാം, വീഡിയോസ് ഇമേജസ് ഒക്കെ നമ്മൾ സേവ് ചെയ്ത് വെക്കാറുണ്ട്. നമ്മൾ മൊബൈലിൽ ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ ഈ പറയുന്ന ലാപ്ടോപ്പിൽ കോപ്പി ചെയ്ത് വെക്കാറുണ്ട്. ഒരു പക്ഷേ ചിലപ്പോൾ നമ്മൾ ഈ പറയുന്ന ഒരു വേറെ ഗാഡ്ജറ്റ്സ് ചെയ്ത് നമ്മൾ ലാപ്ടോപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തിൽ ഈ പറയുന്ന വീഡിയോസ് കറപ്റ്റ് ആവാൻ സാധ്യത കൂടുതലാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. അതായത് വൈറസ് അറ്റാക്കിലൂടെ ഈ പറയുന്ന നമ്മുടെ ഡാറ്റ, വീഡിയോ ഡാറ്റാസ് കറപ്റ്റ് ആവാൻ സാധ്യതയുണ്ട്. ലാപ്ടോപ്പിൻ്റെ വിൻഡോസിൽ ഫയൽ സിസ്റ്റം മിസ്സിങ് ആയതുകൊണ്ട്, വിൻഡോസിൻ്റെ ഫയൽ സിസ്റ്റത്തിന് മിസ്സിങ് കാരണം ഈ പറയുന്ന ഡാറ്റ കറപ്റ്റ് ആവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പോൾ ബാഡ് സെക്ടേഴ്സ്, ഹാർഡ് ഡിസ്കിൽ ബാഡ് സെക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഡാറ്റ കറപ്റ്റ് ആവാൻ സാധ്യതയുണ്ട്. സോ ഇതിനെല്ലാത്തിനും ഇന്ന് വളരെ ഒരു അമേസിംഗ് ആയിട്ട് സൊല്യൂഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ എങ്ങനെ കറപ്റ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമുക്കത് റിട്രീവ് ചെയ്തെടുക്കാം, അതാണ് ഇന്നത്തെ ഒരു വീഡിയോ. സോ ഞാൻ അധികം സമയം വഹിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ ഗായ്സ്, ഇതെൻ്റെ ലാപ്ടോപ്പ് സ്ക്രീനാണ്. അപ്പോൾ നമുക്ക് മൈ കമ്പ്യൂട്ടറിൽ പോവാം. മൈ കമ്പ്യൂട്ടറിൽ പോയിട്ട് നമ്മുടെ ഇ ഡ്രൈവ് എടുക്കുന്നു. ഈ ഡ്രൈവിൽ എൻ്റെ ഡെസ്റ്റിനേഷൻ ഫോൾഡർ വന്നിട്ട് പൊന്മുടി എന്ന് പറഞ്ഞ ഫോൾഡറാണ്, അതെടുക്കുന്നു. ഈ പറയുന്ന ഫയൽസ് മൊത്തം കറപ്റ്റഡ് ആണ്. കഴിഞ്ഞ ദിവസം ഒരു വൈറസ് അറ്റാക്കിലൂടെ കറപ്റ്റായി, അത് ഞാൻ റിട്രീവ് ചെയ്തെടുത്ത ഫയലാണ്. സോ ഇവിടെ ആദ്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് മറ്റുള്ള പ്ലെയേഴ്സിൽ ഈ വീഡിയോ വർക്ക് ചെയ്യത്തില്ല. സോ ഫസ്റ്റ് വീഡിയോ എടുക്കുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഓപ്പൺ വിത്തിലൂടെ ഞാൻ വിൻഡോസ് മീഡിയ പ്ലെയർ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇത് എറർ കാണിക്കും, അതായത് ഇത് അതിൽ വർക്ക് ചെയ്യില്ല. ഓപ്പണിംഗ് മീഡിയ എന്ന് കാണിക്കും, എന്നിട്ട് അത് ഏതാ കണ്ട എറർ കാണിക്കുന്നത് കണ്ട. നമുക്ക് സൂം ചെയ്ത് നോക്കാം എന്താണ് എറർ കാണിക്കുന്നത് നോക്കാം. വിൻഡോസ് മീഡിയ പ്ലെയർ എൻക്രിപ്റ്റഡ് എ പ്രോബ്ലം വൈൽ പ്ലേയിങ് ദ ഫയൽ. ദാറ്റ് മീൻസ് ഈ പറയുന്ന ഫയല് കറപ്റ്റഡ് ആണെന്നാണ് എൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന ഈ ഫയൽ നമുക്ക് എങ്ങനെയാണ് കറക്റ്റ് ആക്കി എടുക്കേണ്ടതാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. സോ ഗൈസ്, നമ്മളിപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് VLC പ്ലെയർ ആദ്യം ഓപ്പൺ ചെയ്യുന്നു. ആ ഫയൽ, കറപ്റ്റഡ് ആയിട്ടുള്ള ഫയൽ ആദ്യം ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഇത് VLCയിൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പറയുന്ന ഫയലിൻ്റെ മുകളിൽ നമ്മൾ കുറേ ഇൻഫർമേഷൻസ് കാണാൻ പറ്റും. മീഡിയ, പ്ലേ ബാക്ക്, ഓഡിയോ, വീഡിയോ, സബ് ടൈറ്റിൽ, ടൂൾസ്, വ്യൂസ്, ഹെൽപ്പ് എന്നൊക്കെ കാണാൻ പറ്റും. അതിൽ നമ്മൾ ടൂൾസിൽ ആദ്യം ക്ലിക്ക് ചെയ്യുന്നു. ടൂൾസിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ തൊട്ട് ഏറ്റവും അടിയിൽ പ്രിഫറൻസ് എന്നൊരു ടാബുണ്ട്. പ്രിഫറൻസ് ടാബിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മുകളിൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. അതായത് ഇൻ്റർഫേസ്, ഓഡിയോ, വീഡിയോ, സബ് ടൈറ്റിൽ, ഇൻപുട്ട് കോഡ്സ്, ഇൻപുട്ട് ഔട്ട്പുട്ട് കോഡ്സ്, ഹോട്ട് കീസ്. അതിൽ ഇൻപുട്ട് കോഡ്സ് ക്ലിക്ക് ചെയ്യുന്നു. ഇൻപുട്ട് കോഡ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും അടിയിൽ ഇവിടെ ഞാൻ ഈ മൗസ് കൊണ്ട് വെച്ചിരിക്കുന്നത് ഇവിടെ ഡാമേജ് ഓർ ഇൻകംപ്ലീറ്റ് AVI ഫയലുണ്ട്. അത് നോർമലി ബേസിക്കലി ഡിഫോൾട്ടായിട്ട് കിടക്കുന്നത് ഫിക്സ് വെൻ നെസസറി അല്ലെങ്കിൽ നെവർ ഫിക്സ്ഡ് ആയിരിക്കും. അത് നമ്മൾ ഓൾവേസ് ഫിക്സ് ആക്കുക. എന്നിട്ട് ഇവിടെ സേവ് കൊടുക്കുക, സേവ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ VLCയിലെ ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ ഇവിടെ മീഡിയയിൽ ക്ലിക്ക് ചെയ്യുക. മീഡിയയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും അടിയിൽ ഇവിടെ കൺവേർട്ട് ആൻഡ് സേവ് എന്ന് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ പറയുന്ന ഒരു വിൻഡോ ആണ് ഓപ്പണായി വരുന്നത്. ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും നമുക്ക്. ഈ വിൻഡോയിൽ ഇവിടെ ആഡിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. ആഡിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എവിടെ നിന്നാണ് നമുക്ക് ഈ നമ്മുടെ ഡെസ്റ്റിനേഷൻ, എവിടെ നിന്നാണ് നമുക്ക് കറപ്റ്റഡ് ആയിട്ട് വീഡിയോ ഉണ്ടാവുക, ആ ഡെസ്റ്റിനേഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏത് ഡ്രൈവ് ആണോ, ഇപ്പോൾ C ആണോ, D ആണോ, E ആണോ, ഏത് ഡ്രൈവ് ആണോ ആ ഡ്രൈവിൽ പോയിട്ട് ആ കറപ്റ്റഡ് വീഡിയോ ഫയലിനെ സെലക്ട് ചെയ്യുക, ഓപ്പൺ കൊടുക്കുക. അപ്പോൾ ഇവിടെ സാധനം വരും. ഇവിടെ അടിയിൽ കൺവേർട്ട് ആൻഡ് സേവ് ഉണ്ടാവും, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും അത് ഏത് ഫോർമാറ്റിലാണ് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്, MP3 ആണോ, MP4 ആണോ, ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് എവിടെയാണ് ഇത് സേവ് ചെയ്യേണ്ട, ഏത് ഡെസ്റ്റിനേഷനിലാണെന്നാണ് ചോദിക്കുന്നത്. അതിവിടെ ഞാൻ കുറച്ച് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ നമുക്ക് ബ്രൗസ് കൊടുത്തിട്ട് ഞാൻ ഡെസ്ക്ടോപ്പിലാണ് ഞാൻ സേവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഡെസ്ക്ടോപ്പ് എടുക്കുന്നു. ഡെസ്ക്ടോപ്പിൽ ഞാനൊരു ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഫോൾഡറിലാണ് ഞാനിത് സേവ് ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് ഇവിടെ സ്റ്റാർട്ട് കൊടുക്കുന്ന സമയത്തിൽ നമുക്കിവിടെ കാണാൻ പറ്റും, ഇവിടെ ഇപ്പോൾ ഈ സംഭവം സ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കുന്നു. സംഭവം സ്റ്റാർട്ട് ഇപ്പോഴത്തേക്ക് ഇത് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ കറപ്റ്റഡ് ആയിട്ടുള്ള ഡെഡ് ആയിട്ടുള്ള ഫയലിനെ റിട്രീവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ
ഇങ്ങനെ നമുക്ക് നമ്മുടെ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബർത്ത്ഡേ ഫംഗ്ഷനോ മാരേജ് ഫംഗ്ഷനോ അല്ലെങ്കിൽ ഇപ്പോൾ എൻഗേജ്മെൻറ്റ് ഫംഗ്ഷനോ അല്ലെങ്കിൽ വല്ല റെക്കഗ്നേഷൻ ഫംഗ്ഷൻസോ അതുപോലത്തെ വീഡിയോസൊക്കെ കറക്റ്റായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്കത് റിട്രീവ് ചെയ്തെടുക്കാവുന്ന കേസേ ഉള്ളൂ. ഇപ്പോൾ അതേ ഓൾമോസ്റ്റ് റിട്രീവ് ചെയ്യാൻ കഴിയാറായിട്ടുണ്ട്. ഒരു 2 10 ഒരു 3-4 സെക്കൻഡുകളിൽ സംഭവം തീരും. ഇപ്പോൾ ഇത് തീർന്നു കഴിഞ്ഞാൽ നമ്മളിനി അടുത്ത ചെയ്യണമെന്ന് വെച്ചാൽ ക്യാൻസൽ ചെയ്യുക, ക്ലോസ് ചെയ്യുക, ഇത് മിനിമൈസ് ചെയ്യുന്നു. നമ്മൾ ആ ന്യൂ ഫോൾഡറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ സാധനം എന്നിട്ട് ഒന്ന് റീഫ്രഷ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഫയൽ ഇതേ ഇവിടെ വന്ന് കിടപ്പുണ്ട്. അത് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അന്ന് നമ്മൾ വേറൊരു മീഡിയ ഫയലിലേക്ക് ഓപ്പൺ ചെയ്ത് പ്ലേ ചെയ്ത് നോക്കുന്നു. വിൻഡോസ് മീഡിയ പ്ലെയറിലോ റിയൽ പ്ലെയറിലോ എവിടെ വേണേൽ ഓപ്പൺ ചെയ്ത് പ്ലേ ചെയ്ത് നോക്കാം. കണ്ട, അപ്പം വേറെ പ്ലെയറിൽ പ്ലേ ചെയ്തപ്പോൾ സാധനം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. 100% ഓക്കെയാണ്. ഇങ്ങനെ നമുക്ക് നമ്മുടെ കറപ്റ്റഡ് ആയിട്ടുള്ള ഫയൽസ് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ ക്ലിക്ക് ചെയ്യുക. സോ ദാറ്റ് ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ടാവും. സോ സൈനിങ് ഓഫ്. Till then, thank you so much. Have a great day. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. Thank you and God bless you all.